ഗേസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വോട്ടിടാൻ പോവാണ് ഗേസ്. നമ്മളൊന്നുമില്ല, എനിക്കിപ്പോൾ 18 ആയേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് വോട്ടില്ല. അതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ കൂടെ പോവുകയാണ്. ഓസിന് കണ്ടോ? അങ്ങനെ നമ്മൾ വീട്ടിൻ്റെ ഫ്രണ്ട് ഇറങ്ങിയപ്പോഴാണ് മഹാഗണിന്നൊന്ന് ഇങ്ങനെ വന്ന് വീണത്. ചേച്ചിക്ക് എന്തോ ആവശ്യത്തിന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതൊരു തയ്യത്ത് കളഞ്ഞില്ല, അത് വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. അറിയാലോ ഗേസ്, ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ വഴിയിൽ ഫുള്ള് പോസ്റ്ററും ബഹളവും ആരവങ്ങളും കൊട്ടും കൊഷവും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ വീഡിയോ ഇടുന്നത് എല്ലാം കഴിഞ്ഞ് റിസൾട്ട് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് ഇടുന്നത്. അപ്പോൾ നോട്ട് പോയിന്റ്, ഇവിടെയാണ് കേസ് നമ്മൾ വോട്ടിടാൻ വേണ്ടി വന്നത്. അപ്പോൾ ഞാനും ചേച്ചിയൊക്കെ LP പഠിച്ചത് ഇവിടെയാണ്, എൻ്റെ അമ്മയൊക്കെ പഠിച്ചത് ഇവിടെയാണ്. അപ്പോൾ അന്ന് പണ്ട് ഇവിടെ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറയുമ്പോഴത്തേക്കും കുറേ ക്രിയേറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞങ്ങൾ പ്രകൃതിയോട് ഇണങ്ങിയായിരുന്നു കേസ് ഇവിടെ പഠിച്ചിരുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ കുറേ മുളയും പിന്നെ വലിയൊരു മാവൊക്കെ ഉണ്ടായിരുന്നു, പ്ലാവുണ്ടായിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെയൊക്കെ കുറേ നൊസ്റ്റുണ്ട്. ഇവിടെ ആയിരുന്നു ഞങ്ങൾ സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ തന്നെ. ഇപ്പം ഇങ്ങനെ കൊച്ചു മിടുക്കന്മാർക്കും മിടുക്കികൾക്കും വേണ്ടിയിട്ട് ഇങ്ങനെ പാർക്കൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ട്. പക്ഷെ ഞങ്ങളുടെ കാലത്തെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആയിരുന്നു, ഊഞ്ഞാലുണ്ടായിരുന്നു, പിന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. പിന്നെയെന്ന് പറയുമ്പോഴത്തേക്കും ആമ്പൽക്കുളം, പൂവടം, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കാലത്ത്. അപ്പം അതിൽ നിന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് വേറൊരു വൈബാണ്. അപ്പം ഞാൻ ഇവിടെ വോട്ടിടാൻ വന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഈ സ്കൂൾ കാണാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ എനിക്ക് വോട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ വോട്ടുള്ള സമയത്തെല്ലാം ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഫുള്ള് റൗണ്ട് അടിച്ച് കാണാറുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ കൊച്ചാമ്പൽക്കുളം. പണ്ട് ഇതിന് ഫുള്ള് വെള്ളവും മീനുകളൊക്കെ ആയതുകൊണ്ട് തന്നെ ചേച്ചിയാരും ചേട്ടന്മാരും ഒന്നും ഞങ്ങൾ ഇതിൻ്റെ 7 അയലത്തോട്ട് അടുപ്പിക്കത്തില്ലായിരുന്നു. അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങിലൊക്കെ ആയിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. പണ്ട് നമ്മൾ ഇവിടെയൊക്കെ തറയിലിരിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നല്ല നൊസ്റ്റ്. അല്ലെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ച സ്കൂളും കാര്യങ്ങളും നമ്മുടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമല്ലേ. അങ്ങനെ വോട്ടൊക്കെ ഇട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പം നൊസ്റ്റാൾജിക്ക് പറയുമ്പോൾ എന്തെങ്കിലും നൊസ്റ്റ് കാണിക്കണമല്ലോ. അങ്ങനെ നമ്മൾ വഴിയെ കണ്ടൊരു പൂവ് പറിച്ചു. ഇത് കണ്ടോ ഗേസ്, ഇത് വെച്ച് ഇങ്ങനെ വിസിൽ കണക്ക് കൂടാൻ പറ്റും. നിങ്ങൾക്കിത് അറിയാമോ? നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തരാവേ. നിങ്ങൾ വായിൽ വയ്ക്കണം. എന്നിട്ട് കണ്ടു. അയ്യോ, പറഞ്ഞു നമ്മൾ കാര്യത്തിൽ നിന്ന് വ്യതിചലിച്ചു. അങ്ങനെ നമ്മൾ ചേച്ചിയുടെ വോട്ടൊക്കെ ഇട്ട് ചേച്ചി ശുണ്ടിരി കുട്ടപ്പിയാക്കി. പനിയായ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പരമാവധി ക്ഷമിച്ച് നിൽക്കുന്നത്. അല്ലെങ്കിൽ കലകല അലച്ചോണ്ട് നടക്കുന്ന കൊച്ചാണ് ഞാൻ. നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എന്തിനു പറ്റും? ഒന്നും അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ പിൻ ചെയ്ത് ഇട്ടിട്ടില്ലേ? പിന്നെ നിങ്ങൾ ചെയ്യുന്നത് എനിക്കറിയാം. ഗേസ്, ഇപ്പോൾ പനിക്ക് ചെറിയൊരു കുറവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിനൊക്കെ വന്നത്. അപ്പം നമ്മളിത് നേരെ വീട്ടിലോട്ട് നടക്കുകയാണ്. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. വേറെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റെക്കോർഡും കാര്യങ്ങളൊക്കെ എഴുതാണ്ട്, അതൊക്കെ ഉള്ളൂ. അപ്പം നേരെ നമ്മളിനി വീട്ടിൽ പോകുന്നു, വല്ലതും കഴിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ.